എവരിവൺ, വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അവീമസ് ആണ് മക്കളെ. ഇന്ന് നമ്മൾ ഒരു MCQ ക്വിസ് ആണ് നടത്താൻ പോകുന്നത്. അതായത് നമ്മുടെ ഇംഗ്ലീഷിൽ ഗ്രാമറിനെ ബേസ് ചെയ്തിട്ട് മിസ് ഒരു 5 ക്വസ്റ്റ്യൻസ് തരും. ആ 5 ക്വസ്റ്റ്യൻസിൽ എത്ര നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് എത്ര എണ്ണം കറക്റ്റ് ആക്കാൻ പറ്റിയെന്ന് ചോദിക്കുക കേട്ടോ. സോ ഇംഗ്ലീഷിൽ നമ്മൾ എപ്പോഴും ഗ്രാമർ നമ്മുടെ സ്ഥലത്തിൻ്റെ ക്ലാസ്സസിലും വീഡിയോസിലും ഒക്കെ ഗ്രാമർ, പാർട്സ് ഓഫ് സ്പീച്ച് ഇതൊക്കെ നമ്മൾ പറയുന്നതാണ് അല്ലേ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ എത്രത്തോളം നമുക്ക് ഗ്രാമറായിട്ട് നമുക്കൊരു പരിചയം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. സോ സമയം കളയുന്നില്ല. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് സെന്റൻസ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഷീ ഗോ ടു സ്കൂൾ എവ്രി ഡേ. ഓക്കെ, ഷീ ഗോ ടു സ്കൂൾ എവ്രി ഡേ. ഓപ്ഷൻ ബിയില് ഷീ ഗോസ് ടു സ്കൂൾ എവ്രി ഡേ. ഓപ്ഷൻ സിയില് ഷീ ഗോയിങ് ടു സ്കൂൾ എവ്രി ഡേ. ഓപ്ഷൻ ഡിയില് ഷീ ഗോൺ ടു സ്കൂൾ എവ്രി ഡേ. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് എൻ്റെ മക്കൾ ഒന്ന് തനിയെ ഒരു മിനിറ്റ് എടുത്തിട്ടൊന്ന് ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണം കറക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ ഏത് ടെൻസ് ആണ് കറക്റ്റ്? ഷീ ഗോ ടു സ്കൂൾ എവറി ഡേ ആണോ? ഷീ ഗോസ് ടു സ്കൂൾ എവറി ഡേ ആണോ? ഷീ ഗോയിങ് ടു സ്കൂൾ എവറി ഡേ ആണോ? ഷീ ഗോൺ ടു സ്കൂൾ എവറി ഡേ ആണോ? യെസ്, നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് അല്ലേ. സോറി, ഓപ്ഷൻ ബി, ഷീ ഗോസ് ടു സ്കൂൾ എവറി ഡേ. ഷീ ഗോസ് ടു സ്കൂൾ എവറി ഡേ. ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ നൗൺ ഇൻ ദ സെന്റൻസ്. ഐഡന്റിഫൈ ദ നൗൺ ഇൻ ദ സെന്റൻസ്. തന്നിട്ടുള്ള സെന്റൻസിൽ നൗൺ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ദ ക്യാറ്റ് സ്ലെപ്റ്റ് ഓൺ ദ സോഫ. ദ ക്യാറ്റ് സ്ലെപ്റ്റ് ഓൺ ദ സോഫ. ഇതിൽ ഏതാണ് നൗൺ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓപ്ഷൻ എയില് സ്ലെപ്റ്റ്, ഓപ്ഷൻ ബിയില് ഓൺ, ഓപ്ഷൻ സിയില് ക്യാറ്റ്, ഓപ്ഷൻ ഡിയില് സോഫ. ഓക്കെ, സോ ഇതിൽ ഏതാണ് നൗൺ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? യെസ്, ഇവിടെ നൗൺ എന്ന് പറയുന്നത് ക്യാറ്റ് ആണ് അല്ലേ. സോ ഓപ്ഷൻ സി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. ഇത് നിങ്ങൾ ശരിയാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് പ്രോനൗൺ. താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് പ്രോനൗൺ ഈ സെന്റൻസിൽ ഏതാണ് എക്സാക്റ്റ് ആയിട്ട് വരാം. രാഹുൽ ആൻഡ് ഡാഷ് ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. രാഹുൽ ആൻഡ് ഡാഷ് ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. സോ പ്രോനൗൺസ് ഒക്കെ നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അതിന് വിത്ത് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മീ ആണോ, ഐ ആണോ, മൈൻ ആണോ, മൈസെൽഫ് ആണോ? ഏതാണ് പ്രോനൗൺ? രാഹുൽ ആൻഡ് ഐ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെ. രാഹുൽ ആൻഡ് ഐ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നാണ് വരാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ടെൻസ്. കറക്റ്റ് ടെൻസ് ഇവിടെ ഫിൽ ചെയ്യണേ. ദി ഡാഷ് ഫുട്ബോൾ യെസ്റ്റർഡേ. ദി ഡാഷ് ഫുട്ബോൾ യെസ്റ്റർഡേ. ദി പ്ലേ ആണോ, പ്ലേഡ് ആണോ, പ്ലേയിങ് ആണോ, പ്ലേസ് ആണോ? ഓക്കെ, ദി ഡാഷ് ഫുട്ബോൾ യെസ്റ്റർഡേ. അവർ ഇന്നലെ ഫുട്ബോൾ കളിച്ചു. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലേ. ദി played football yesterday. They played football yesterday. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐ സോ ഡാഷ് എലഫന്റ് ഇൻ ദ സൂ. ഇവിടെ കറക്റ്റ് ആർട്ടിക്കിൾ ആണ്. ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഐ സോ ഡാഷ് എലഫന്റ് ഇൻ ദ സൂ. ഓക്കെ, ഇവിടെ ഏതാണ് ആർട്ടിക്കിൾ വരിക? എ ആണോ, ആൻ ആണോ, ദ ആണോ, അതോ നോ ആർട്ടിക്കിൾ ആണോ? ഐ സോ ഡാഷ് എലഫന്റ് ഇൻ ദ സൂ. വോവൽസ് വരുമ്പോൾ നമുക്കറിയാം ആൻ ആണല്ലേ. ഐ സോ ആൻ എലഫന്റ് ഇൻ ദ സൂ. സോ നമ്മളിതാ 5 MCQs ആണ് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ളത് താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ വജ്ര ബാച്ച്. സോ വജ്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുപോലെ രസകരമായിട്ട് നമുക്ക് എല്ലാ വിഷയങ്ങളും പഠിക്കാം. സോ അപ്പോൾ നമുക്ക് വജ്ര ബാച്ചിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ആൾ.